ഷാഹു ചേട്ടാ നമസ്കാരം. ഇപ്പൊ സോഷ്യൽ നമസ്കാരം. മീഡിയയിലൊക്കെ വലിയൊരു ചർച്ച നടക്കുകയാണ്. ഈ ടോമി സെബാസ്റ്റ്യൻ എന്ന് പറയുന്ന ഒരു വ്യക്തി കാനഡയിൽ നടന്ന നിരീശ്വരവാദ ഒരു സംഗമത്തിൽ ഭഗവത്ഗീത എന്ന് പറയുന്ന ഹൈന്ദവരുടെ ഗ്രന്ഥത്തെക്കുറിച്ച് അതിൽ പറയുന്നത് പച്ചത്തെറിയാണ് എന്ന് പറഞ്ഞ ഒരു ഭാഗം കട്ട് ചെയ്തെടുത്തിട്ടാണ് ഇപ്പൊ സോഷ്യൽ മീഡിയയിലെല്ലാം വലിയ രീതിയിൽ പ്രചാരണം നടക്കുന്നത്. അപ്പൊ പുള്ളിക്കാരൻ നിരീശ്വരവാദികളുടെ സംഗമത്തിൽ പറഞ്ഞൊരു കാര്യമാണിത്. അപ്പോ പുള്ളിക്കാരൻ അവിടെ പറയുന്നത് ഓക്കെ, നിരീശ്വരവാദികൾ ഇപ്പൊ എല്ലാത്തിനെയും വിമർശിക്കാറുണ്ട്, ബൈബിളിനെ വിമർശിക്കാറുണ്ട്, ഖുറാനെ വിമർശിക്കാറുണ്ട്, ഭഗവത്ഗീതയെ വിമർശിക്കാനുണ്ട്, നമ്മുടെ ജാതി സമ്പ്രദായത്തിലെ പല കാര്യങ്ങളെയും വിമർശിക്കാറുണ്ട്, എന്തിനു പറയുന്നു ശബരിമലയെ പോലും അവർ വിമർശിക്കാറുണ്ടെന്ന് നമുക്കറിയാം. പക്ഷേ എന്നിരുന്നാലും ഞാൻ ഒരു കാര്യം ചോദിക്കുകയാണ്. പുള്ളിക്കാരൻ ഈ പറഞ്ഞല്ലോ, അതായത് ഭഗവത്ഗീത എന്ന് പറയുന്നത് പച്ചത്തെറിയാണ്, രാമായണവും മഹാഭാരതവും കെട്ടുകഥകളാണ് എന്ന് സ്ഥാപിക്കാനാണ് പുള്ളി ശ്രമിക്കുന്നത്. അപ്പൊ ഇതിൽ എന്റെ ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത്, അർജുനൻ എന്ന് പറയുന്ന വ്യക്തിക്ക് ശ്രീകൃഷ്ണൻ കൊടുക്കുന്ന ഉപദേശമാണ് ഭഗവത്ഗീത. ഇത് യഥാർത്ഥത്തിൽ പച്ചത്തെറിയാണോ? നോക്കൂ, ഭഗവത്ഗീത എന്ന് പറയുന്നത് ഹിന്ദു ധർമ്മവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനമായിട്ടുള്ള ഗ്രന്ഥങ്ങളിൽ ഒന്നാണ്. ഹിന്ദു ധർമ്മത്തിൽ ഉം. പ്രസ്ഥാനത്രയങ്ങൾ എന്ന് നമ്മൾ പറയുന്നതിൽ ഒന്ന് ഗീതയാണ്. ബ്രഹ്മസൂത്രം, ഭഗവത്ഗീത, ഉപനിഷത്ത്, ഇതിനെ മൂന്നിനെയുമാണ് നമ്മൾ പ്രസ്ഥാനത്രയങ്ങളായിട്ട് പരിഗണിക്കാറുള്ളത്. പ്രസ്ഥാനത്രയങ്ങൾക്ക് ഭാഷ്യം ചമയ്ക്കുന്ന ആളുകളെയാണ് നമ്മൾ ആചാര്യൻ എന്ന് വിളിക്കുന്നത്. നമ്മൾ ശങ്കരനെ ശങ്കരാചാര്യൻ എന്ന് വിളിക്കുന്നത് അദ്ദേഹം അദ്വൈതം എന്ന ദർശന പ്രകാരം പ്രസ്ഥാനത്രയങ്ങൾക്ക് ഭാഷ്യം ചമച്ചുകൊണ്ടാണ്. നമ്മൾ മാധവനെ ആചാര്യൻ, മാധവാചാര്യൻ എന്ന് വിളിക്കുന്നത് അദ്ദേഹം ദ്വൈതം എന്ന സിദ്ധാന്ത പ്രകാരം പ്രസ്ഥാനത്രയങ്ങൾക്ക് ഭാഷ്യം ചമച്ചതുകൊണ്ടാണ്. രാമാനുജന്റെ വിശിഷ്ടാദ്വൈതം, അല്ലെങ്കിൽ വല്ലഭന്റെ ശുദ്ധാദ്വൈതം, ഇതെല്ലാം ഓരോ സിദ്ധാന്ത പ്രകാരം ഈ പ്രസ്ഥാനത്രയങ്ങൾക്കുള്ള ഭാഷ്യങ്ങളാണ്. അപ്പൊ ഇതിന് മൂന്ന് പ്രസ്ഥാനങ്ങളുടെ, ഹിന്ദുധർമ്മത്തിന്റെ മൗലിക ദർശനങ്ങളായിട്ടുള്ള മൂന്ന് സംവിധാനങ്ങളുടെ ആരംഭങ്ങൾ കുറിക്കുമ്പോൾ അതില് ശ്രുതി പ്രസ്ഥാനത്തിന്റെ ആരംഭമായിട്ട് നമ്മൾ ഉപനിഷത്തിനെയും, ന്യായപ്രസ്ഥാനത്തിന്റെ ആരംഭമായിട്ട് നമ്മൾ ബ്രഹ്മസൂത്രത്തിനെയും, സ്മൃതി പ്രസ്ഥാനത്തിന്റെ ആരംഭമായിട്ട് നമ്മൾ ഭഗവത്ഗീതയെയും പരിഗണിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ഉം. ഭഗവത്ഗീത ഹിന്ദു വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വിശിഷ്ടമായ, ഏറ്റവും ശ്രേഷ്ഠമായ ഗ്രന്ഥമാണ്. ഭഗവത്ഗീതയെ തന്നെ സ്വയം ഈശ്വരനായി ആരാധിക്കുന്ന, ഭഗവതിയുടെ പ്രത്യക്ഷ രൂപമായിട്ട് ആരാധിക്കുന്ന ഒരു സമ്പ്രദായം പോലും. ഇപ്പൊ ഗീതാ ജയന്തി എന്ന് പറയുന്ന ഒരു ദിനം നമ്മൾ ആചരിക്കുന്നത് ഭഗവത്ഗീത ഭൂമിയിൽ മനുഷ്യർക്കായിട്ട് അവതരിച്ച ദിനത്തിന്റെ ആചരണം എന്നുള്ള രീതിയിലാണ്. ഇവിടെ ഗീതാ ജയന്തിയുടെ ശ്ലോകം പറയുമ്പോൾ അദ്വൈതാമൃത വർഷിണി ഭഗവതി അഷ്ടാദശാധ്യായിനി എന്ന് പറയും. അതായത് അദ്വൈതമാകുന്ന അമൃതം വർഷിക്കുന്ന സാക്ഷാൽ ഭഗവതിയാണ് അഷ്ടാദശ അധ്യായങ്ങളിലായി 18 അധ്യായങ്ങളിലുള്ള ഈ ഗീത എന്ന് പറയും. ഭഗവത്ഗീത എന്നുള്ള വാക്കിന്റെ അർത്ഥം തന്നെ ഭഗവാന്റെ ഗീത എന്നാണ്. സോങ് ഓഫ് ദ ഗോഡ്, അല്ലെങ്കിൽ ദ സെലസ്റ്റിയൽ സോങ്, ദ ഡിവൈൻ സോങ്, ഈശ്വരന്റെ മനുഷ്യർക്കുള്ള ഗീതമാണ്. ഇത് യഥാർത്ഥത്തിൽ അർജുനന് ശ്രീകൃഷ്ണൻ കൊടുക്കുന്ന ഒരു ഉപദേശം മാത്രമല്ല, ഇത് മനുഷ്യരാശിക്ക് ആകെയുള്ള പ്രത്യക്ഷ രൂപത്തിൽ ഭൂമിയിൽ അവതരിച്ചിട്ടുള്ള ഈശ്വരന്റെ നിർദ്ദേശങ്ങളായിട്ടാണ് നമ്മൾ ഗീതയെ പരിഗണിക്കുന്നത്. അതുകൊണ്ട് തന്നെ ചേട്ടാ, നമുക്ക് വളരെ ഏറ്റവും വൈകാരിക. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളിൽ തുടങ്ങാം. ഉം, അതായത് ഞാൻ നിന്ന് സംസാരിക്കുന്നത് വളരെ ബേസിക് ഉം, ആയിട്ട് ഒരു വ്യൂവർ എന്ന നിലയിൽ എനിക്ക് തോന്നുന്ന ന്യായമായിട്ടുള്ള സംശയങ്ങൾ. കാരണം ഇവിടെയുള്ള ഹൈന്ദവ സമൂഹത്തിൽ ഒട്ടും ഉദ്ധരിക്കപ്പെടാത്ത, അതായത് ആധ്യാത്മികമായിട്ട് ഉദ്ധരിക്കപ്പെടാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. ഉദാഹരണത്തിന് നമ്മുടെ യുവാക്കളിൽ ഒരു വലിയൊരു തലമുറ, വളർന്നു വരുന്ന കൊച്ചുകുട്ടികൾ, ഭഗവത്ഗീത പഠിക്കാൻ പറ്റാത്ത ആൾക്കാർ. അപ്പൊ ഇവരോടൊക്കെ വളരെ ഈസി ആയിട്ട് ഇവരുടെ തലയിൽ ഇൻജക്ട് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഒരു വിഷയമുണ്ട്. അതായത് ഭഗവത്ഗീത എന്ന് പറയുന്ന ഗ്രന്ഥത്തെ കുറിച്ച് ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ, എന്താണ് നിങ്ങളുടെ ഭഗവത്ഗീത, ഇതിൽ പച്ചത്തെറിയല്ലേ വിളിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് തിരിച്ചു മറുപടി പറയാൻ അറിയില്ല. കാരണം നമുക്ക് ആധ്യാത്മികമായിട്ടുള്ള നോളജ് ഇല്ല. എന്റെ രണ്ടാമത്തെ കാര്യം, എന്റെ ഇതുകൂടെ പറഞ്ഞിട്ട് തുടങ്ങാം. ഞാൻ അതായത് രണ്ടാമത്തെ ശരി. കാര്യം, ഇവരോട് ചോദിക്കാൻ പറ്റുന്ന ഈസി ആയിട്ടുള്ള ഒരു ചോദ്യമാണ്, ഭഗവത്ഗീതയിൽ നിങ്ങളുടെ ഭഗവാൻ കൃഷ്ണൻ എന്ന് പറയുന്നത് നിങ്ങളുടെ ഭഗവാനാണ്. ഈ കൃഷ്ണൻ അർജുനൻ എന്ന് പറയുന്ന വ്യക്തിക്ക് ആൾക്കാരെ, അതായത് സ്വന്തം അച്ഛനെ, എന്താ ധൃതരാഷ്ട്ര പോലെയുള്ള അമ്മാവന്മാരെയും പിന്നെ നമ്മുടെ ദ്രോണാചാര്യ പോലെയുള്ള ഗുരുക്കന്മാരെയും കൊല്ലാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോ കൃഷ്ണൻ പറയുന്നത് പോയി കൊല്ലടാ എന്നാണ് പറയുന്നത്. അതായത് കൃഷ്ണൻ കൊല്ലാൻ പ്രേരിപ്പിക്കുന്ന ഒരു ഗ്രന്ഥമാണ് ഭഗവത്ഗീത എന്നൊക്കെ ഇവരോട് ചോദ്യം വരുമ്പോ സത്യം പറഞ്ഞാൽ ഇവർക്ക് മറുപടി ഇല്ല എന്നുള്ളതാണ് ഒരു വസ്തുത എന്ന് പറയുന്നത്. നോക്കൂ, ഇതിൽ ആദ്യത്തെ പ്രശ്നം ഭഗവത്ഗീത തെറിയാണോ എന്നുള്ള ചോദ്യമാണ്. നമ്മൾ അങ്ങനെ ഒരു ചോദ്യം ഉം. പോലും ഉടലെടുക്കുന്നത് നമ്മൾ ഗീത മനസ്സിലാക്കിയിട്ടില്ലാത്തതുകൊണ്ടാണ്, നമ്മൾ അതിനെപ്പറ്റി യാതൊന്നും അതെ. ഉൾക്കൊണ്ടിട്ടില്ലാത്തത് കൊണ്ടാണ്. ഭഗവത്ഗീതയിൽ എവിടെയാണ്
ഒരു മോശമായിട്ടുള്ള പദമെങ്കിലും ഉള്ളത്? അർജുനനോട് ശ്രീകൃഷ്ണൻ ഇനി കാവ്യാത്മകമായിട്ട് പറയാനാണെങ്കിൽ പോലും, അതായത് അർജുനൻ മനുഷ്യരുടെ മുഴുവൻ ഒരു ദുഃഖത്തിന്റെ പ്രതിനിധിയായിട്ടാണ് അവിടെ നിൽക്കുന്നത്. അതൊക്കേന പ്രയുക്തോയം പാപം ചരതി പൂരുഷ അനച്ഛിന്നപി വാർഷ്ണേയ ബലാധിപ നിയോജിത. ഇങ്ങനെയാണ് അർജുനന്റെ വിഷാദം തുടങ്ങുന്നത്. അതായത് ആഗ്രഹിക്കുന്നില്ലെങ്കിലും ബലമായി നിയോഗിക്കപ്പെട്ടവനെ പോലെ ഈ പുരുഷൻ പാപങ്ങൾ തന്നെ ചെയ്യുന്നത് എന്തുകൊണ്ട്? ഞാൻ പാപം ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല, പക്ഷെ സമ്മർദ്ദങ്ങൾ കൊണ്ട് പലതരത്തിലുള്ള പ്രേരണകൾ കൊണ്ട് ഞാൻ പാപം ചെയ്തു പോവുകയാണല്ലോ. അപ്പോ എന്താണ് ഈ പറയുന്ന ധർമ്മസങ്കടം കൊണ്ട് യുദ്ധഭൂമിയിൽ ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും ഒക്കെ രണ്ടു വശങ്ങളിലും കാണുമ്പോൾ ഇവർക്കെതിരെ യുദ്ധം ചെയ്യാൻ കഴിയാതെ ആകെ മോഹാവേശിതനായിട്ട് കയ്യിൽ നിന്ന് ഗാന്ധീവം ഊർന്നു വീണ് നിൽക്കുന്ന, ഒന്നിനും കൊള്ളാത്തവനായിട്ട് ഞാൻ ഇതെല്ലാം ഉപേക്ഷിക്കാൻ തയ്യാറാണ്, എനിക്ക് ഈ യുദ്ധത്തിലൂടെ നേടുന്ന വിജയവും കീർത്തിയൊന്നും വേണ്ട, ഞാനിതൊക്കെ ഉപേക്ഷിച്ച് കാട്ടിലേക്ക് പോയിട്ട് സന്യാസം നടത്തിക്കോളാം എന്ന് പറയുന്ന അർജുനനെ യഥാർത്ഥത്തിൽ ധർമ്മോപദേശം കൊടുത്ത് അദ്ദേഹത്തിന്റെ കർത്തവ്യ ബോധത്തിലേക്ക് മടക്കി കൊണ്ടുവരുന്നത്. എന്താണ് യോദ്ധാവ് എന്നുള്ള രീതിയിലുള്ള നിന്റെ ഉത്തരവാദിത്വം? സന്യാസം എന്ന് പറയുന്നത് ശ്രേഷ്ഠമായിട്ടുള്ള ഒരു കാര്യമാണ്, പക്ഷെ സന്യാസം സ്വീകരിക്കാൻ ഒരാൾക്കൊരു യോഗ്യത വേണം. അത് എന്തെങ്കിലും കാര്യത്തിനോടുള്ള ഭയം കൊണ്ട് എല്ലാത്തിനെയും ഉപേക്ഷിച്ച് ഒളിച്ചോടേണ്ട ഒരു എസ്കേപ്പിസത്തിന്റെ മാർഗമല്ല. ഈ പറയുന്ന മമതാബന്ധങ്ങൾ മുഴുവനും ഉപേക്ഷിച്ചിട്ടുള്ള കാമ്യാനാം കർമ്മണാം ന്യാസം സന്യാസം കവയോ വിധു എന്നാണ് ഭഗവാൻ പറയുന്നത്. കാമ്യകർമ്മങ്ങളുടെ പൂർണ്ണമായിട്ടുള്ള ന്യാസം വന്നിട്ടുള്ള ഒരാൾക്ക് സ്വീകരിക്കേണ്ട മാർഗമാണ്, അത് ശ്രേഷ്ഠമാണ്. അത് ആ നിലയിൽ എത്താത്ത ഒരാൾ തന്റെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കാൻ സാധിക്കാതെ അതിലേക്ക് ഓടി ഒളിക്കുമ്പോൾ സന്യാസം എന്നുള്ള പ്രസ്ഥാനത്തെയും നമ്മൾ ആക്ഷേപിക്കുകയാണ്. ഈ യോദ്ധാവ് എന്നുള്ള രീതിയിൽ, ക്ഷത്രിയൻ എന്നുള്ള രീതിയിലുള്ള നിന്റെ ധർമ്മം നീ ചെയ്യാതിരിക്കുകയാണ്. അപ്പൊ എന്താണ് ധർമ്മം എന്ന് അർജുനനെ പഠിപ്പിച്ചു കൊടുക്കുന്നതാണ് ഗീത. അതല്ലാതെ അതിൽ അർജുനനോട് ക്ഷോഭിക്കുകയോ അർജുനനെ ശകാരിക്കുകയോ അർജുനനോട് എന്തെങ്കിലും മോശമായിട്ടുള്ള പദങ്ങൾ പ്രയോഗിക്കുകയോ അല്ല ചെയ്യുന്നത്. പകരം ഈ ദുഃഖത്തിന്, മനുഷ്യരുടെ മുഴുവൻ സ്ഥായിയായിട്ടുള്ള ഈ ദുഃഖത്തിന് എന്തുകൊണ്ട് ഞാൻ തെറ്റുകൾ ചെയ്യുന്നു, എന്താണ് ഞാൻ ചെയ്യേണ്ട ശരി എന്ന ചോദ്യത്തിന് പ്രത്യക്ഷമൂർത്തിയായിട്ടുള്ള ഭൂമിയിൽ മനുഷ്യാവതാരത്തിൽ പിറന്നിട്ടുള്ള ശ്രീകൃഷ്ണൻ എന്ന് പറയുന്ന പരമാത്മാവ് കൊടുക്കുന്ന മറുപടികളാണ്. 18 അധ്യായങ്ങളിലായിട്ട് ആ ജ്ഞാനവാണിയാണ്. അതിൽ നോക്കൂ, നിങ്ങൾ ഭഗവത്ഗീത എടുത്ത് വായിച്ചു നോക്കൂ. എല്ലാ ഭാരതീയമായിട്ടുള്ള വിജ്ഞാനത്തിന്റെയും സിന്തസിസ് ആണ് ഗീത. അതിലെല്ലാ മാർഗങ്ങളുടെയും ഐക്യമത് ഭാവമാണ് ഗീത. അതിൽ ജ്ഞാനയോഗത്തെ പറ്റി പറയുന്നു, ഭക്തിയോഗത്തെ പറ്റി പറയുന്നു, കർമ്മയോഗത്തെ പറ്റി പറയുന്നു, രാജയോഗത്തെ പറ്റി പറയുന്നു. അതേപോലെ തന്നെ നമ്മുടെ ദർശനങ്ങളിലാണെങ്കിൽ സാഖ്യമായിട്ടുള്ള ദർശനത്തെ വിശദീകരിക്കുന്നു. അതേപോലെ തന്നെ വേദാന്തം എന്ന് പറയുന്ന ദർശനത്തെ, യോഗം എന്ന് പറയുന്ന ദർശനത്തെ, ഈ ദർശനങ്ങളുടെ എല്ലാം ഒരു സിന്തസിസ് അവതരിപ്പിച്ചുകൊണ്ട് ഇതിൽ ഓരോന്നും ശരിയിലേക്കുള്ള മാർഗങ്ങളാണെന്നുള്ളത്. അത് എന്താ പറയാ, ഭാരതീയ ഫിലോസഫിയുടെ ഒരു ഹൈ പോയിന്റ് ആണ് യഥാർത്ഥത്തിൽ ഗീത എന്ന് പറയുന്നത്. എന്താണോ ഈ ഹിന്ദു ധർമ്മം പ്രതിനിധീകരിക്കുന്നത് എന്ന കാര്യത്തിൽ നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ അത് ഏറ്റവും ആറ്റി കുറുക്കി തന്നിട്ടുള്ള 700 ശ്ലോകങ്ങൾ മാത്രമുള്ള 18 അധ്യായങ്ങളുള്ള ഒരു എന്താണ് ഈശ്വരൻ തന്നിട്ടുള്ള ഒരു ഹാൻഡ് ബുക്കാണ് ഗീത. ഈ പറയുന്ന അങ്ങനെയാണെങ്കിൽ ഇവിടെയുള്ള കമ്മ്യൂണിസ്റ്റുകളും ഇവിടെയുള്ള യുക്തിവാദികളും ഈ ഭഗവത്ഗീത എന്ന് പറയുന്നത് ഒരു കൊലവിളി ഗ്രന്ഥമാണ് എന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കുന്നത് എന്തുകൊണ്ടായി? നോക്കൂ, സന്ദർഭത്തിനനുസരിച്ച് ശരി പ്രവർത്തിക്കുക എന്നുള്ളതാണ് ധർമ്മം. ഒരേ തരത്തിലുള്ള എന്താണ് സന്ദർഭങ്ങളിൽ വ്യത്യസ്തമായിട്ടുള്ള ശരികൾ ഉണ്ടാവാം. ഒരു ഉദാഹരണം ഞാൻ പറയാം. ഇപ്പോ ശ്രീകൃഷ്ണൻ ഭഗവാന്റെ അവതാരമായിട്ട്, വിഷ്ണുവിന്റെ അവതാരമായിട്ടാണ് നമ്മൾ പരിഗണിക്കുന്നത്. അതിന് മുൻപുള്ള അവതാരമായിട്ടാണ് നമ്മൾ ശ്രീരാമനെ പരിഗണിക്കുന്നത്. ശ്രീരാമന്റെ ജീവിതത്തിലായിക്കോട്ടെ മറ്റൊരു സന്ദർഭത്തിൽ യുദ്ധോത്സുകനായിട്ട് വരുന്ന സഹോദരനോട് യുദ്ധം വേണ്ട എന്ന് പറയുന്ന ശ്രീരാമനെ നമ്മൾ കാണുന്നുണ്ട്. ഇവിടെ യുദ്ധം ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്ന അർജുനോട് യുദ്ധം ചെയ്യാൻ പറയുന്നുണ്ട് കൃഷ്ണൻ. തസ്മാത് ഉത്തിഷ്ഠ കൗന്ദേയ യുദ്ധായ കൃതനിശ്ചയ, അതുകൊണ്ട് ഉയർന്നെഴുന്നേൽക്ക് അർജുന, ദൃഢനിശ്ചയത്തോടു കൂടി നീ യുദ്ധത്തെ ചെയ്യുന്നു പറയുമ്പോ അത് പറഞ്ഞു വന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, മഹാഭാരത യുദ്ധത്തിൽ ഈ പറയുന്നത് പോലെ തന്റെ ദൗത്യമായിട്ടുള്ള, തന്റെ ധർമ്മമായിട്ടുള്ള യുദ്ധം ചെയ്യാൻ വിസമ്മതിച്ച് നിൽക്കുന്ന അർജുനനോട് എന്താണ് തന്റെ ധർമ്മം എന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൊടുത്തിട്ട് യുദ്ധം ചെയ്യാൻ പറയുന്നുണ്ട്. നേരെ തിരിച്ച് മറ്റു സന്ദർഭത്തിൽ, രാമായണത്തിലെ സന്ദർഭത്തിൽ എന്താ, ശ്രീരാമന്റെ പട്ടാഭിഷേകം കഴിഞ്ഞിരിക്കുകയാണ്. ശ്രീരാമൻ അടുത്തതായിട്ട് രാജാവാകാൻ പോകുന്ന ആളാണ്. ആ സമയത്താണ് ഈ പറയുന്ന മന്ദരയുടെ ഉപജാപം കാരണം കൈകേയി ശ്രീരാമനെ 14 വർഷത്തേക്ക് കാട്ടിലേക്ക് അയക്കണം, എന്നിട്ട് സിംഹാസനത്തിൽ ഭരതനെ അവരോധിക്കണം എന്ന് പറയുന്നത്. ഈ സമയത്ത് ഇത് അറിഞ്ഞിട്ട് ലക്ഷ്മണൻ ഒടവാൾ എടുത്തുകൊണ്ടാണ് ശ്രീരാമന്റെ അടുത്തേക്ക് വരുന്നത്. ആ സമയത്ത് ദശരഥനെ സംബന്ധിച്ച് വളരെ ക്രൂരമായ പരാമർശങ്ങളാണ്, വളരെ കടന്ന പരാമർശങ്ങളാണ് ലക്ഷ്മണൻ നടത്തുന്നത്. അയാൾക്ക് ബുദ്ധി നശിച്ചിരിക്കുകയാണ്, അല്ലെങ്കിൽ സ്ത്രീകളുടെ വാക്ക് കേട്ടിട്ട് അയാൾ അബദ്ധം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ വൃദ്ധനായിട്ടുള്ള മനുഷ്യന് രാജാവായിട്ടിരിക്കാനുള്ള യാതൊരു അധികാരവും ഇല്ല. ഏട്ടനൊരു വാക്ക് പറഞ്ഞാൽ ഞാൻ അയാളുടെ തല അടച്ചിട്ട്, അല്ലെങ്കിൽ അയാളെ കാരാഗ്രഹത്തിൽ അടച്ചിട്ട് ഏട്ടനെ ഞാൻ സിംഹാസനത്തിൽ അവരോധിക്കാമെന്ന് പറയുമ്പോൾ
തന്റെ മുന്നിലേക്ക് വെച്ച് നീട്ടുന്ന രാജാധികാരം വേണ്ടെന്ന് പറയാണ് ശ്രീരാമൻ. അവിടെ എന്താണ്, യുദ്ധം ചെയ്യാനല്ല പറയുന്നത്. വത്സ, സൗമിത്രി, കുമാര, കേൾക്ക നീ എന്ന് പറഞ്ഞിട്ട് വളരെ ശാന്തമായിട്ട് യുദ്ധത്തിന്റെ നിരർത്ഥകതയെ പറ്റി പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ചക്ഷുശ്രവണ കളസ്തമാം തർദുരം ഭക്ഷണത്തിന് അപേക്ഷിപ്പതുപോലെ കാലാഹിന പരിഗ്രസ്തമാം ലോകവും ആലോല ചേതസ ഭോഗങ്ങൾ തേടുന്നു. അതായത് ഇതിനൊന്നും ഒരു അർത്ഥമില്ല. നമ്മൾ ഈ പറയുന്ന വെട്ടിപ്പിടിക്കുന്ന രാജ്യത്തിൽ എന്താണ് അർത്ഥം, ഈ അധികാരത്തിൽ എന്താണ് അർത്ഥം? ഈ പാമ്പിന്റെ വായിൽ അകപ്പെട്ടിട്ടുള്ള തവള പിന്നെയും ഇര പിടിക്കാൻ വേണ്ടി വായ തുറക്കുന്നത് പോലെ നമ്മൾ ഈ കാലത്തിന്റെ വായിൽ അകപ്പെട്ടിരിക്കുന്ന മനുഷ്യൻ എന്തിനാണ് ഈ ലൗകിക സുഖങ്ങൾക്ക് പുറകിൽ പോകുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇതിന്റെ അർത്ഥരാഹിത്യത്തെ പറ്റി ബോധ്യപ്പെടുത്തിക്കൊണ്ട് ലക്ഷ്മണനെയും കൂട്ടി കാട്ടിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. അവിടെ യുദ്ധം ഒഴിവാക്കുകയാണ് ചെയ്തത്. ഈ യുക്തിവാദികൾ പ്രധാനമായിട്ട് ഭഗവത്ഗീതയിൽ ഉന്നയിക്കുന്ന ഒരു ശ്ലോകമുണ്ട്. ക്ലൈബ്യം മാസ്മ ഗമപാർത്ഥ നൈതത്വ യുപപദ്ധ്യതേ ക്ഷുദ്രം ഹൃദയ ദൗർബല്യം തെക്തോദിഷ്ട പരന്തഭ. ഇത് പച്ചത്തെറി കാവ്യാത്മകമായിട്ടുള്ള രീതിയിൽ എഴുതിയിരിക്കുകയാണ് എന്നാണ് ഈ യുക്തിവാദികൾ പ്രധാനമായിട്ടും പറയുന്നത്. അതായത് അർജുന, മര്യാദയ്ക്ക് എണീച്ച് നിന്റെ പൗരുഷമില്ലായ്മയെ, നിന്റെ ഹൃദയം എന്ന് പറയുന്നത് അത്രയ്ക്കും നീചമായിരിക്കുകയാണ്, അതിനെ നീ ഉപേക്ഷിച്ച് നീ എണീക്കുക എന്നുള്ള ആ പച്ചത്തെറിയെ കാവ്യാത്മകമായിട്ട് അവതരിപ്പിച്ചിരിക്കുക എന്നാണ് അവരുടെ വേറൊരു വാദം എന്ന് പറയുന്നത്. എന്താണ് അതിലെ പച്ചത്തറി? അതിന്റെ ലിറ്ററൽ ആയിട്ടുള്ള ട്രാൻസ്ലേഷൻ എടുത്ത് വായിച്ചു നോക്കൂ. ക്ലൈബ്യം വെടിഞ്ഞിട്ട്, ഈ പറയുന്ന ഹൃദയത്തിലുള്ള ഈ ദൗർബല്യത്തെ വെടിഞ്ഞുകൊണ്ട് നീ നിന്റെ യഥാർത്ഥത്തിലുള്ള ധർമ്മമായിട്ടുള്ള പാത എന്താണെന്ന് വെച്ചാൽ അത് പിന്തുടരും എന്നാ പറയുന്നത്. അതായത് ആദ്യഘട്ടത്തിൽ അർജുനൻ നടത്തുന്ന വിലാപം മുഴുവൻ നോക്കൂ. ധർമ്മസങ്കടത്തിൽ ഉൾപ്പെട്ട് കിടക്കുന്ന മോഹാവേശിതനായിട്ടുള്ള ഒരു മനുഷ്യൻ പറയുന്ന പലതരത്തിലുള്ള അബദ്ധങ്ങളാണ് അർജുനൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതില് എന്താണ്, ഭഗവത്ഗീതയിൽ എവിടെയും നമ്മൾ ജാതിയെ പറ്റി പറയുന്നില്ല, അതില് നമ്മൾ വർണ്ണത്തെ പറ്റി മാത്രമേ പറയുന്നുള്ളൂ. പക്ഷെ അർജുനൻ ഈ പറയുന്ന മോഹാവേശം കൊണ്ട് എന്ത് പറയുന്നു? ജാതി സങ്കരത്തെ പറ്റി പറയുന്നുണ്ട്, അതേപോലെ തന്നെ കുലധർമ്മത്തെ പറ്റി പറയുന്നുണ്ട്. നിന്റെ ക്ലൈബ്യം കൊണ്ടാണ്. അപ്പൊ ഇതെല്ലാം നീ പറയുന്നത് നിന്റെ ഈ മൂഢത കൊണ്ടാണ്. നീ ധർമ്മം വെടിഞ്ഞിട്ടുള്ള അവസ്ഥയാണ്. നീ എന്താണ്, നിന്റെ പൗരുഷമില്ലാതെയായിട്ടുള്ള അവസ്ഥയാണ്. നീ നിന്റെ എന്താണ്, പൂർവികന്മാരുടെ പിന്മുറ അവകാശപ്പെടാൻ പോലും യോഗ്യതയില്ലാത്ത നിലയിലേക്ക് നീ അത് അധപ്പതിച്ചിരിക്കുകയാണ്. ഈ മോഹാവേശങ്ങൾ വെടിഞ്ഞുകൊണ്ട് യഥാർത്ഥത്തിലുള്ള ധർമ്മം എന്താണെന്ന് നീ തിരിച്ചറിയേ എന്ന് പറഞ്ഞിട്ട് അർജുനന് എന്താണ് ധർമ്മം എന്ന് ഉദ്ബോധിപ്പിച്ചു കൊടുക്കുകയാണ്. നോക്കൂ, ആ ഗീതയില് ഞാൻ പറഞ്ഞതുപോലെ ഹിന്ദു ധർമ്മത്തിൽ അല്ലെങ്കിൽ ഭാരതീയ ചിന്താഗതിയിലുള്ള ഫിലോസഫിക്കൽ ആയിട്ടുള്ള എല്ലാ ആശയങ്ങളെയും പറ്റിയിട്ടുള്ള സംക്ഷിപ്തമായിട്ടുള്ള വിവരണമാണ് കൊടുക്കുന്നത്. എന്താണ് ആത്മൻ, എന്താണ് ബ്രഹ്മൻ, എന്താണ് പ്രകൃതി, എന്താണ് നിയതി, എന്താണ് ഈ പറയുന്ന സന്യാസം, എന്താണ് ഗൃഹസ്ഥാശ്രമം, എന്താണ് വാനപ്രസ്ഥം, എന്താണ് ബ്രഹ്മചര്യം, എന്താണ് രാജയോഗം, എന്താണ് കർമ്മയോഗം, എന്താണ് സന്യാസയോഗം, എന്താണ് ഭക്തിയോഗം, ഈ യോഗങ്ങളുടെ എല്ലാം ഐക്യം എവിടെയാണ് കുടികൊള്ളുന്നത്, എന്താണ് ഈശ്വരനിലേക്കുള്ള യഥാർത്ഥ മാർഗം, എന്താണ് മോക്ഷം, ഇങ്ങനെയുള്ള ഏറ്റവും പ്രധാനമായിട്ടുള്ള ആശയങ്ങൾ മുഴുവൻ വിശദീകരിച്ചു കൊടുക്കുന്നത്. ഇതെല്ലാം പറഞ്ഞതിന് ശേഷം, ഇപ്പോ യുക്തിവാദികൾക്ക് മനസ്സിലാവാൻ വേണ്ടി പറയാം, ഇതെല്ലാം പറഞ്ഞതിന് ശേഷം ഇത് തന്നെ നീ പിന്തുടരുന്ന ഒരു നിർബന്ധം പോലും പറയുന്നില്ല. ഇതെല്ലാം പറഞ്ഞതിന് ശേഷം 18 അധ്യായങ്ങളുടെ ഭഗവത്ഗീത 700 ശ്ലോകങ്ങളും പറഞ്ഞതിന് ശേഷം അവസാനം ഭഗവാൻ പറയുന്നത് ഇതിതേ ധർമ്മമഖ്യാതം ഗുഹ്യം ഗുഹ്യതരം മയാത് വിമൃശ്യേ ഇതത്തശേഷേണ യഥാ ഇച്ഛസി തഥാ ഗുരു. Thus I have given to you the profoundest of all secret knowledge. Deliberate upon it fully and then do what you wish to do. ഞാനിതാ രഹസ്യങ്ങളിൽ ഏറ്റവും രഹസ്യമായ അറിവ് നിനക്ക് തന്നിരിക്കുകയാണ്. നീ അതിനെപ്പറ്റി നല്ല വിമർശന ബുദ്ധിയോടുകൂടി ആലോചിക്കുക. എന്നിട്ട് നീ അത് തന്നെ ചെയ്യുന്നല്ല, നീ നല്ലോണം ആലോചിച്ചതിന് ശേഷം നിനക്ക് തോന്നിയത് ചെയ്യേ. Then do what you wish to do. യഥാ ഇച്ഛസി തഥാ കുരു എന്നാണ് പറയുന്നത്. അപ്പോ ധർമ്മം എന്താണെന്ന് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. പക്ഷെ ധർമ്മം അയാളുടെ തലയിൽ ഇമ്പോസ് ചെയ്യുന്നില്ല. അവിടെയും തെരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം കൊടുത്തുകൊണ്ടുള്ള ഒരു സംഭാഷണമായിട്ടാണ് ഗീത അവതരിക്കുന്നത്. ഇത് പച്ചത്തെറിയാണ്, ഇത് വെറും അസഭ്യമാണെന്നൊക്കെ പറയണമെങ്കിൽ ഒന്ന് ഈ ഗീത എന്ന് പറയുന്ന സംവിധാനത്തെ യാതൊരു തരത്തിലും ഒന്നും മറിച്ചു നോക്കിയിട്ട് പോലും ഉണ്ടാവരുത്. രണ്ട്, ഈ ധർമ്മത്തെ പറ്റിയിട്ട് ഈ സംസ്കാരത്തെ പറ്റിയിട്ടുള്ള പൂർണ്ണമായിട്ടുള്ള ഗ്രാഹ്യമില്ലായ്മ ഉണ്ടാവണം. ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞ വീഡിയോയില് ടോണി സെബാസ്റ്റ്യന്റെ വീഡിയോ ഞാൻ കണ്ടു. 1 മണിക്കൂർ 10 മിനിറ്റ് ഉള്ള അദ്ദേഹത്തിന്റെ മുഴുവൻ ആ സ്പീച്ചും ഞാൻ കണ്ടു. രാമായണവും മഹാഭാരതവും കേട്ട കഥകളോ എന്ന് പറയുന്ന കാനഡയിലെ ടൊറന്റോയിൽ നടത്തിയിട്ടുള്ള ടൊറൻഷ്യ എന്ന് പറയുന്ന എസൻസ് ഗ്ലോബലുകാരുടെ പരിപാടിയിലാണ് അദ്ദേഹം സംസാരിക്കുന്നത്. അതിൽ അദ്ദേഹം ഗീതാ സന്ദേശം എന്ന് പറഞ്ഞിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്. അത് മാത്രം നോക്കി അറിയാൻ ഈ ടോമി സെബാസ്റ്റ്യൻ എന്ന് പറയുന്ന ആൾ ഗീത വായിച്ചിട്ടേ ഇല്ല. ഇടക്കാലത്ത് ഗീതാ സന്ദേശം എന്ന് പറഞ്ഞിട്ട് ഏതോ മിഷണറി പ്രസ്സുകാർ അടിച്ചിറക്കിയിരുന്ന സംഭവിച്ച എല്ലാം നല്ലതിന്, സംഭവിച്ചുകൊണ്ടിരിക്കുന്നു നല്ലതിന്, ഇനി സംഭവിക്കാനിരിക്കുന്നു നല്ലതിന്, നഷ്ടപ്പെട്ടതോർത്ത് നീ എന്തിനു ദുഃഖിക്കുന്നു, എന്തെങ്കിലും
മാറ്റം പ്രകൃതി നിയമമാണെന്നൊക്കെ പറയുന്ന ഒരു സാധനമുണ്ട്. ഇത് ഗീതാ സന്ദേശമേ അല്ല. ഇത് ഇല്ല. ഗീതയിൽ എവിടെയും ഈ മറ്റുള്ള ഒരു സന്ദേശവും ഇല്ല. ഗീതയുടെ സന്ദേശത്തിന് ഘടകവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ് അതിൽ പറയുന്നത് പലതും. അതിൽ പലതും ഉം. ക്രിസ്ത്യൻ മിഷണറി ആശയങ്ങളാണ്. ഇതൊരു ഉം. ഇടക്കാലത്ത് ഗീതാ സന്ദേശം എന്ന് പറഞ്ഞിട്ട് ഏതോ പ്രസംഗകർ അടിച്ചിറക്കിയിരുന്നു. ഗീത ഉം. ഉം. വായിച്ചിട്ടില്ലാത്ത ഹിന്ദുക്കൾ അത് വീടുകളിൽ തൂക്കിയിരുന്നു. ഈ ടോമി സെബാസ്റ്റ്യൻ ഗീതാ സന്ദേശം എന്ന് പറഞ്ഞിട്ട് 2 സന്ദർഭങ്ങളിൽ ഇതാണ് എടുത്ത് ആവർത്തിക്കുന്നത്. ഗീതയും ഉം. ബൈബിളും തമ്മിലുള്ള സാമ്യം പറയുന്ന ഘട്ടത്തിൽ ഇതാണ് എടുത്ത് ഉപയോഗിക്കുന്നത്. ഗീതയുടെ ഉം. ഫിലോസഫിയെ പരിഹസിക്കാൻ വേണ്ടിയിട്ട് ഈ ഭാഗമാണ് എടുത്ത് ഉദ്ധരിക്കുന്നത്. അതിൽ നിന്ന് ഉം. എനിക്ക് മനസ്സിലായ സംഗതി, അദ്ദേഹം ഗീത വായിച്ചിട്ട് പോലും ഇല്ല. അദ്ദേഹത്തിന് വളരെ ഉപരിപ്ലവമായിട്ടുള്ള ജ്ഞാനം മാത്രമേ ഉള്ളൂ. അതായത് ഈ ഉം. കാര്യങ്ങളെ വിമർശിക്കാൻ വേണ്ടിയിട്ട് ഇതിന്റെ മേൽത്തട്ടിലുള്ള കാര്യങ്ങളെ ഒന്ന് ഓടിച്ച് പരിശോധിച്ചിട്ട് ഇതും മറ്റു ചില കാര്യങ്ങളും തമ്മിലുള്ള സാമ്യങ്ങൾ കമ്പാരിസണിന് വേണ്ടിയിട്ടുള്ള ചില സങ്കേതങ്ങൾ അദ്ദേഹം തന്റെ സൗകര്യാർത്ഥം കണ്ടെടുത്തു എന്നല്ലാതെ അദ്ദേഹം ഗീത ഉം. വായിച്ചിട്ടോ ഗീത മനസ്സിലാക്കിയിട്ടോ ഇല്ല. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് അങ്ങനത്തെ ഒരു അബദ്ധം പറയാൻ സാധിക്കുന്നത്. അദ്ദേഹം ഗീത വായിച്ചിരുന്നെങ്കിൽ അദ്ദേഹം അത് പറയുമായിരുന്നില്ല എന്നാണ് എന്റെ കുറച്ച ബോധ്യം. വേറൊരു പ്രധാനപ്പെട്ട കാര്യം, പുള്ളിക്കാരന്റെ ആ പ്രസംഗത്തിലെ മറ്റൊരു ഭാഗം ഇങ്ങനെയാണ്: പാണ്ഡവർക്ക് 3 ചെറിയ ബലഹീനതകൾ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഒന്ന്, നന്നായി വെള്ളമടിക്കും, വെള്ളമടിച്ചു കഴിഞ്ഞാൽ ചീട്ട് കളിക്കാൻ പോണം, ചീട്ട് കളിയിൽ തോറ്റാൽ പെണ്ണ് പിടിക്കാൻ പോണം. അങ്ങനെ ഈ ചീട്ടുകളി, ചൂതാട്ടം എന്നൊക്കെ പറഞ്ഞാൽ അസാമാന്യ കളിയാണ്. അവസാനം ഭാര്യയെ വരെ പണയം വെച്ച് ചീട്ട് കളിച്ചവന്റെ പേരാണ് ധർമ്മപുത്രൻ. അപ്പൊ സ്വാഭാവികമായിട്ട് ധർമ്മപുത്രരെ നമ്മൾ ഹൈന്ദവ പുരാണങ്ങളിൽ പറയുന്നത് ധർമ്മം കാക്കാൻ, അതായത് ധർമ്മത്തിന്റെ അങ്ങേയറ്റത്തെ പരമകാഷ്ഠയാണ് ധർമ്മപുത്രൻ എന്നൊക്കെ പറയാം. അപ്പൊ സ്വാഭാവികമായിട്ടും ഒരു സാധാരണക്കാരനായിട്ടുള്ള ഒരാളോട് ഇത് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ അയാൾക്ക് ഇത്തരത്തിലൊരു തോന്നൽ വരാൻ സാധ്യതയില്ല. അതായത് സ്വന്തം ഭാര്യയെ വെച്ച് ചീട്ട് കളിച്ചവന്റെ പേരാണ് ധർമ്മപുത്രൻ എന്നുള്ള ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്പിരിച്വൽ നോളജ് തീരെ ഇല്ലാത്ത ഒരാളാണ് കേൾക്കുന്നതെങ്കിൽ മാനിപ്പുലേറ്റഡ് ആവാനുള്ള സാധ്യതയില്ല. എന്താണ് ഇതിലെ വസ്തുത? അല്ല, തീർച്ചയായിട്ടും അതിനു വേണ്ടി തന്നെയാണല്ലോ ആ സംഭവം പറയുന്നത്. നിങ്ങൾ ഒരു കഥാപാത്രത്തെ പരിചയപ്പെടുത്താൻ നിങ്ങൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഏത് സന്ദർഭത്തെ അടർത്തിയെടുക്കുന്നു എന്നുള്ളതാണ്. യുധിഷ്ഠിരന് ധർമ്മപുത്രൻ എന്ന് പേര് വരാൻ പല കാരണങ്ങളുണ്ട്. ഒന്ന്, അദ്ദേഹം പ്രത്യക്ഷമായിട്ടുള്ള യമധർമ്മന്റെ മകനാണ് എന്നുള്ള സിദ്ധാന്തം കൊണ്ടാണ്. അദ്ദേഹം ജീവിതത്തിലുടനീളം ധർമ്മത്തിന്റെ പുരുഷാകാരമായി പ്രവർത്തിച്ചിരുന്നു എന്നതുകൊണ്ട് കൂടിയാണ്. 2 തവണ യുധിഷ്ഠിരനെ പരീക്ഷിക്കുന്ന ഘട്ടങ്ങളുണ്ട്. ഒന്ന്, മഹാഭാരതത്തിലെ തന്നെ യക്ഷപ്രശ്നം എന്ന് പറയുന്ന എന്താണ് യുധിഷ്ഠിര ഭഗസംവാദം എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. അതില് മരിച്ചു കിടക്കുന്ന അനിയന്മാരിൽ ആരെയാണ് പുനർജനിപ്പിക്കേണ്ടതെന്ന് ചോദിക്കുമ്പോൾ മഹായുദ്ധം ജയിക്കാൻ പോകുന്ന ഭീമനെയും 1000 ആനകളുടെ കരുത്തുള്ള ഭീമനെയും അതേപോലെ തന്നെ വില്ലാളികളിൽ ഏറ്റവും വില്ലാളിയായിട്ട് അർജുനനെയും പുനർജനിപ്പിക്കാതെ അദ്ദേഹം മാതൃയോട് പറഞ്ഞിട്ടുള്ള വാക്ക് പാലിക്കാൻ വേണ്ടിയിട്ട് ഭരതനെ പുനർജനിപ്പിക്കാൻ പറയുന്നുണ്ട്. അത് ധർമ്മപുത്രനാക്കുന്ന ഒരു സന്ദർഭമാണ് യക്ഷപ്രശ്നം. ഏറ്റവും അവസാനം ഈ പറയുന്ന മഹാപ്രസ്ഥാനത്തിന്റെ സമയത്ത് ഹിമാലയം കയറുന്ന സമയത്ത് സഹോദരങ്ങൾ ഓരോരുത്തരായി മരിച്ചു വീഴുകയാണ്. പാഞ്ചാലി മരിച്ചു വീഴുന്നു, ശത്രുഘ്നൻ മരിച്ചു വീഴുന്നു, ശത്രുഘ്നൻ എന്നാ പറയുന്നത്, നകുലൻ, സഹദേവൻ, അർജുനൻ, ഭീമൻ. അവസാനം യുധിഷ്ഠിരന് ഒരു നായ്ക്കുട്ടിയും മാത്രമാണ് മുകളിലേക്ക് എത്തുന്നത്. അപ്പോ ഇന്ദ്രന്റെ തേരാളിയായിട്ടുള്ള മാതലി ആ രഥവുമായിട്ട് വരികയാണ്. നിങ്ങളെ ഉടലോടെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ തീരുമാനിച്ചിരിക്കുകയാണ്, കയറിക്കോളൂ എന്ന് പറയും. അപ്പൊ അദ്ദേഹത്തിന്റെ കൂടെ അതുവരെ അനുഗമിച്ചു വന്നിട്ടുള്ള ഒരു നായ്ക്കുട്ടി ഉണ്ട്. ഒരു നായ്ക്കുട്ടീനെ എടുത്ത് കയറാൻ നോക്കുമ്പോ മാതലി പറയും, നായ്ക്കുട്ടീനെ കയറ്റാൻ പറ്റില്ല, അങ്ങേക്ക് മാത്രമേ സ്വർഗത്തേക്കുള്ള സ്ഥാനം ഉറപ്പിച്ചിട്ടുള്ളൂ, നായ്ക്കുട്ടിക്ക് കൂടെ വരാൻ പറ്റില്ല. അപ്പൊ അദ്ദേഹം പറയുന്നത്, എന്റെ കൂടെ ഞാൻ താണ്ടി എല്ലാ ദൂരങ്ങളും താണ്ടിയിട്ട് എന്റെ ഒപ്പം എത്തിയിട്ടുള്ള ഒരാളാണിത്. എന്റെ സഹോദരന്മാര് പോലും വഴിയിൽ വീണുപോയി. നായ്ക്കുട്ടിയാണെന്നുള്ളത് കൊണ്ട് ഇതിന് അധികാരമില്ല എന്ന് പറയാൻ പറ്റില്ല. എന്ത് പരീക്ഷണങ്ങളാണോ ഞാൻ അതിജീവിച്ചത്, ആ പരീക്ഷണങ്ങളെല്ലാം ഇതും അതിജീവിച്ചിട്ടുണ്ട്. ഇതിനും എന്നെ പോലെ തന്നെ സ്വർഗത്തിന് അധികാരമുണ്ട്. ഇനി അതല്ലെങ്കിൽ പോലും എന്റെ ഒപ്പം ഇത്രയും ദൂരം വന്ന ഒരാളെ ഇവിടെ ഉപേക്ഷിച്ച് പോവാൻ ഞാൻ തയ്യാറല്ല. ഞാൻ സ്വർഗത്തിലേക്ക് വരുന്നുണ്ടെങ്കിൽ എന്റെ കൂടെ ഈ നായ്ക്കുട്ടി. അപ്പോ ഒരു നായ്ക്കുട്ടിയോടുള്ള ധർമ്മം പാലിക്കാൻ വേണ്ടി കൺമുന്നിൽ വെച്ച് നീട്ടപ്പെട്ട സ്വർഗം ഉപേക്ഷിക്കുന്ന ആളാണ് ധർമ്മപുത്രൻ യുധിഷ്ഠിരൻ. അതുകൊണ്ടാണ് അദ്ദേഹം ധർമ്മപുത്രനാവുന്നത്. ജീവിതത്തിന്റെ ഒരു ഘട്ടത്തിലും അദ്ദേഹം ധർമ്മം ഉപേക്ഷിച്ചില്ല എന്നുള്ളതാണ് അവിടെ സംഭവിക്കുന്ന അതാണ് അവർ ചോദിക്കുന്നത്. അങ്ങനെ ധർമ്മത്തെ കാക്കുന്ന ഒരു വ്യക്തി സ്വന്തം ഭാര്യയെ പണയം വെച്ച് ചൂത് കളിച്ചിട്ട് ആ വ്യക്തിയെ പിന്നെ എങ്ങനെ നമുക്ക് ധർമ്മപുത്രൻ എന്ന് പറയാം? ഒരു നായ്ക്കുട്ടിയോട് കാണിക്കുന്ന ആ ഒരു ധർമ്മ ബോധം പോലും ഭാര്യയോട് കാണിക്കുന്നില്ലെന്നാണ് അവർ ഉന്നയിക്കുന്ന വാദം. ഇല്ല, അതല്ലല്ലോ അവർ പറയുന്നത് ഇവരെല്ലാം വളരെ അധർമ്മികളായിട്ടുള്ള ആളുകളാണ്, കള്ളുകുടിയന്മാരാണ്, അതേപോലെ തന്നെ ചൂത് കളിക്കുന്നവരാണ്, പെണ്ണ് പിടിക്കുന്നവരാണ്. ഈ ആദ്യത്തെ ഇനി സോമം സ്വരാക്ക് അന്ന് കുടിച്ചിരുന്നു എന്ന് വിചാരിക്കുക. രണ്ടാമത്തെ ചീട്ട് കളിക്കുന്നു പറഞ്ഞത് ഈ ചൂതുകളിയായിരുന്നു എന്ന് വിചാരിക്കുക. അത് കഴിഞ്ഞാൽ പോയി പെണ്ണ് പിടിക്കുന്നു പറയുന്നത്. അത് ഏത് സംഭവം വെച്ചിട്ടാണ് ഇവരിത് പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലായില്ല. മഹാഭാരതത്തിൽ അങ്ങനെ ഒരു സംഭവം ഞാൻ കണ്ടില്ല, യുധിഷ്ഠിരനെ പറ്റി പ്രത്യേകിച്ചും. എന്തുകൊട്ടെ, പക്ഷെ അതിൽ ഈ സഭയിലുള്ള ഈ ശകുനിയുടെ കള്ളച്ചൂത് എന്ന് പറയുന്നത് ഒരു അപഭ്രംശമായി തന്നെയാണ് കാണിക്കുന്നത്. അത് യുധിഷ്ഠിരൻ എടുത്തിട്ടുള്ള ഒരു തെറ്റായിട്ടുള്ള തീരുമാനമായിട്ടാണ്. അതിൽ യുധിഷ്ഠിരന്റെ സഹോദരങ്ങളും
പാഞ്ചാലിയും ഉൾപ്പെടെ എന്താണ് അതിൽ യുധിഷ്ഠിരനെതിരായി തിരിയുന്നുണ്ട്. പാഞ്ചാലി സഭാഗ്രഹത്തിലേക്ക് വന്നിട്ട് ആദ്യം ചോദിക്കുന്ന ചോദ്യം, ആദ്യം യുധിഷ്ഠിരൻ സ്വയമാണോ പണയം വെച്ചത് അതോ എന്നെയാണോ എന്നാ ചോദിക്കുന്നത്. കാരണം ഉം, ആദ്യം അയാൾ സ്വയം പണയം വെച്ചിരുന്നെങ്കിൽ പിന്നീട് എന്നെ വെക്കാനുള്ള അധികാരം അയാൾക്കില്ലല്ലോ. ഞാൻ ഉം, ഭാര്യയാണ് എന്നുള്ള അധികാരം വെച്ചത്. അപ്പോ സഹോദരന്മാരെ പണയം വെക്കുന്നുണ്ട്. അപ്പൊ യുധിഷ്ഠിരന് അങ്ങനെ ഉണ്ടായിരുന്ന ഒരു അധികാരമാണ് അവിടെ എന്താണ് ആ ദുരഭിമാനത്തിന് മുന്നിൽ അദ്ദേഹം ആ സമ്മർദ്ദത്തിൽ അടിമപ്പെട്ടു പോവുകയാണ്. കാരണം അതിൽ പറയുന്ന ഉം, ഒരു ഉം, സംഭവം എന്താന്ന് വെച്ചാൽ, രാജാവിനെ സംബന്ധിച്ചിടത്തോളം യുദ്ധത്തിന് വിളിച്ചാലോ ഈ പറയുന്ന ഈ ചതുരംഗത്തിന് വിളിച്ചാലോ അത് രണ്ടും യുദ്ധമായിട്ടാണ് പരിഗണിക്കുന്നത്. രണ്ടിന് ഉം, വിളിച്ചു കഴിഞ്ഞാൽ അത് ഉപേക്ഷിക്കാൻ സാധിക്കില്ല, ആ വെല്ലുവിളി ഉം, ഏറ്റെടുക്കാനേ പറ്റുള്ളൂ എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ ഒരു ചതുരംഗത്തിലേക്ക് ക്ഷണിക്കുന്നു. ചതുരംഗ ഭ്രമം ഉണ്ടായിരുന്നിരിക്കാം. ആ കളിയിൽ ഏർപ്പെട്ടു പോയി. അവിടെ വെച്ചിട്ട് അദ്ദേഹം ആ ധർമ്മബോധം വെടിഞ്ഞു. അതിന്റെ വലിയ ഭവിഷ്യത്തുകൾ അവർ അനുഭവിക്കുകയും ചെയ്തു. അങ്ങനെ ഉം, ചെയ്തത് ഉം, കൊണ്ടാണ് 14 വർഷത്തെ ഈ പറയുന്ന കാട്ടിലേക്ക് പോകേണ്ടി വന്നത്. അതിനെ തുടർന്നിട്ട് രാജ്യവും മറ്റു അധികാരങ്ങളും ഒക്കെ നഷ്ടപ്പെടുന്ന ഉം, സാഹചര്യം ഉണ്ടായത്. അതിനെ തുടർന്ന് ഈ മഹായുദ്ധം തന്നെ ഉണ്ടായത് ദ്രൗപദിയെ ഉം, അപമാനിച്ചിട്ടുള്ള ഒരു സംഭവത്തിലാണ്. ഈ എന്താ പറയാ ഈ കൗരവരുടെ സദസ്സിൽ വെച്ച് ദ്രൗപദിയെ അപമാനിച്ച ഒരൊറ്റ സന്ദർഭമാണ് ഈ കുരുവംശം മുഴുവൻ മുടിഞ്ഞു പോകാനുള്ള കാരണമായത്. അന്ന് ഉം. ദ്രൗപദിയോട് മടിയിൽ വന്നിരിക്കാൻ, പാഞ്ചാലിയോട് മടിയിൽ വന്നിരിക്കാൻ പറഞ്ഞതിനാണ് ഭീമസേനൻ പ്രതിജ്ഞ ചെയ്യുന്നത്. ആ മടി, ആ തൊട ഞാൻ അടിച്ചു തകർക്കും, ആ അതെ അതെ. ചോര കൊണ്ട് ദ്രൗപദിയുടെ മുടി കഴുകിയിട്ട് അവളുടെ മുടി ഇനി കെട്ടുള്ളൂ എന്ന് പറയുന്നുണ്ട്. ഉം, ദുശാസനനെ കൊല്ലുന്നത് 100 കൗരവരെയും കൊല്ലുന്നത് ഭീമനാണ്. ഭീമൻ ഉം, ഒറ്റയ്ക്കാണ് 100 കൗരവരെയും കൊല്ലുന്നത്. അതിന്റെ കാരണം അന്ന് പാഞ്ചാലിയോട് ചെയ്തിട്ടുള്ള ഈ അപമാനമാണ്. അപ്പോ ഈ ഉം, സംഭവം ഉരുത്തിരിഞ്ഞു വരുന്നതിലെ വളരെ നിർണായകമായി മാറിയിട്ടുള്ള ഒരു ഘട്ടമാണത്. അങ്ങനെ അത് ഉം, സംഭവിക്കുന്നില്ലെങ്കിൽ ഈ പറയുന്ന മഹാഭാരതം എന്ന് പറയുന്ന ഒരു എപ്പിക്ക് തന്നെ സംഭവിക്കുന്നില്ല. യഥാർത്ഥത്തിൽ ഉം, മഹാഭാരതം നടന്നത് പാഞ്ചാലിയുടെ ഒരു ചിരിയിൽ നിന്നാണെന്ന് പറയുമല്ലോ. ഈ ഉം, പാണ്ഡവന്മാര് ഈ പറയുന്ന ഇന്ദ്രപ്രസ്ഥം ഉണ്ടാക്കിയിട്ട് അവിടെ ഈ വലിയ ഗംഭീരമായിട്ടുള്ള കൊട്ടാരമൊക്കെ ഉണ്ടാക്കിയിട്ട് അവിടേക്ക് കൗരവരെ ക്ഷണിച്ചപ്പോ ദുര്യോധനൻ അവിടെ വന്നിട്ട് ഈ സ്ഥലജല ഭ്രമം എന്ന് പറയും. അവിടുത്തെ നിലം കണ്ടു കഴിഞ്ഞാൽ മാർബിൾ ആണോ വെള്ളാണോ എന്ന് മനസ്സിലാവില്ല. അപ്പൊ മാർബിളിന്റെ അതെ നിലം അതെ. കണ്ടിട്ട് മൂപ്പര് വെള്ളത്തിലേക്ക് ഇറങ്ങുക എന്ന് പറഞ്ഞിട്ട് വസ്ത്രമൊക്കെ പൊക്കി പിടിച്ചിട്ട് ഇറങ്ങി. അതേപോലെ തന്നെ ഉം, അടുത്ത വട്ടം ശരിക്കും വെള്ളം കണ്ടപ്പോ അത് മനസ്സിലാക്കാണ്ട് നേരെ വെള്ളത്തിലേക്ക് വീണു. ഇറങ്ങി. ഇത് കണ്ടിട്ട് ദ്രൗപദി ചിരിച്ചു, പാഞ്ചാലി ചിരിച്ചു. ഈ ചിരിച്ചത് ദുര്യോധന് വലിയ അപമാനമായി. ഇതിന് പ്രതികാരം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉം, സഭാഗ്രഹത്തിലേക്ക് കൊണ്ടുവന്നിട്ട് അപമാനിച്ചത്. അതാണ് പിന്നീട് ഈ മഹാഭാരത യുദ്ധമായി തന്നെ കലാശിച്ചെന്ന് പറയും. അപ്പോ ഒരു സന്ദർഭത്തിൽ ചെയ്യുന്ന ഓരോ ചെറിയ കാര്യങ്ങൾ പോലും വലിയ എന്താ പറയുക ഇമ്പാക്ട് ഉണ്ടാക്കും എന്ന് പറയുന്ന ഒരു സംഭവമാണത്. അങ്ങനെ ഒരു നിർണായകമായിട്ടുള്ള സംഭവം ഈ മഹാഭാരതം എന്ന് പറയുന്ന ധർമ്മവും അധർമ്മവും തമ്മിലുള്ള വലിയ യുദ്ധവും അതിൽ ധർമ്മത്തിന്റെ വിജയവും സംഭവിക്കാൻ ധർമ്മപുത്രർക്ക് അന്ന് സംഭവിക്കുന്ന ഒരു തെറ്റ് ആവശ്യമായിരുന്നു എന്നതുകൊണ്ട് അദ്ദേഹം അതിന് ഉപാധിയായി മാറി, അദ്ദേഹം അതിന് കരുവായി മാറി എന്നുള്ളതാണ് നമ്മളതിൽ കാണേണ്ടത്. അതുകൊണ്ട് ധർമ്മപുത്രരുടെ ജീവിതത്തിലുടനീളം അദ്ദേഹം ഉയർത്തിപ്പിടിച്ചിട്ടുള്ള ധാർമ്മികതയോ അദ്ദേഹത്തിന്റെ ഉം, ധർമാവബോധമോ എവിടെയും അത് ആ ഒരു സന്ദർഭം കൊണ്ട് ഇല്ലാതെയായി മാറുന്നില്ല എന്നുള്ളതാണ്. ഇത് നമ്മൾ ഈ പിക്ക് ആൻഡ് ചൂസ് എന്ന് പറയും. നമുക്ക് ആവശ്യമുള്ള സാധനം മാത്രം എടുത്തുകൊണ്ട് ഉം, നമ്മൾ അതിനെ പ്രൊജക്ട് ചെയ്തിട്ട് ഇതാണ് ഇതിന്റെ ആകെ സത്ത എന്ന് പറയുന്ന ഒരു രീതിയുണ്ട്. ഇപ്പോ ഇവരുടെ ഈ ടോമി സെബാസ്റ്റ്യന്റെ ഈ പറയുന്ന 1 മണിക്കൂർ 10 മിനിറ്റിന്റെ വീഡിയോ മുഴുവൻ നിൽക്കുന്നത് ഒരൊറ്റ വാചകത്തിന്റെ മുകളിൽ എന്താണ് അദ്ദേഹം കെ മുഹമ്മദിനോട് സംസാരിച്ചു. കെ മുഹമ്മദ് ഈ രാമായണത്തെ പറ്റി ചോദിച്ച സമയത്ത് കെ മുഹമ്മദ് പറഞ്ഞു അത്ര ഒരു ഇന്റർവ്യൂവില്, ഇതൊക്കെ ഗോത്ര യുദ്ധങ്ങളാണ് എന്ന് പറഞ്ഞു അത്ര, രാമായണവും മഹാഭാരതവും ഒക്കെ. അപ്പോ ഇതെങ്ങനെയാണ് ഗോത്ര യുദ്ധമാകുന്നത് എന്നതിൽ നിന്നാണ് ഈ പറയുന്ന അവതരണം മുഴുവൻ ഉണ്ടാവുന്നത്. എല്ലാത്തിനെയും ഓവർ സിംപ്ലിഫൈ ചെയ്ത്, അതായത് രാജാവ് എന്ന് പറയുന്ന ആളെ ഗോത്രമൂപ്പൻ എന്ന് പറയുന്ന സംഭവത്തിലേക്ക് എത്തിക്കുന്നു. രാജ്യങ്ങൾ എന്ന് പറയുന്ന സംഭവത്തെ കുറെ കുടുംബങ്ങൾ എന്ന് പറയുന്ന സംഭവമാക്കി മാറ്റുന്നു. യുദ്ധം എന്ന് പറയുന്ന സംഭവത്തെ പരസ്പരമുള്ള തമ്മിത്തല്ല് അല്ലെങ്കിൽ കയ്യാങ്കളി അല്ലെങ്കിൽ വഴക്ക് എന്ന് പറയുന്ന എല്ലാത്തിനെയും അതിന്റെ സ്കെൽട്ടനിലേക്ക് അങ്ങോട്ട് സിംപ്ലിഫൈ ചെയ്ത് എന്താണ് ഒരു ടൂൾ ഓഫ് റെഡിക്യൂൾ ഉപയോഗിച്ചുകൊണ്ട് ഒരു പരിഹാസ രൂപേണ ഇതിനെ മുഴുവൻ നള്ളിഫൈ ചെയ്യാനുള്ള ഒരു ശ്രമമാണ് ഇവർ നടത്തുന്നത്. ഇതിലൊന്നും ഒരു കഥയില്ലാതെ പറയലാണ്. ഇത് ഇവർക്ക് പറയാനുള്ള അധികാരമില്ലേ? യുക്തിവാദികൾ എല്ലാ കാലത്തും അങ്ങനെ പറയുന്നവരല്ലേ എന്ന് ചോദിക്കാം. വിമർശിക്കാനുള്ള അധികാരം ഉണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും വിമർശിക്കാനുള്ള അധികാരമുണ്ട്. പക്ഷെ വിമർശനവും എന്താണ് അധിക്ഷേപവും ഒന്നല്ല. ഇവിടെ ഭഗവത്ഗീത കേവലം പച്ചത്തെറിയാണ്. പാണ്ഡവന്മാരെന്ന് പറഞ്ഞില്ലെങ്കിൽ കള്ളുകൂടിയന്മാരും പെണ്ണുപിടിയന്മാരുമാണ്. അതല്ലെങ്കിൽ ശ്രീകൃഷ്ണൻ എന്ന് പറഞ്ഞാൽ അർജുനനോട് അസഭ്യം പറഞ്ഞ ഒരാളാണ്. ഭഗവത്ഗീത എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ എന്നൊക്കെ പറയുമ്പോൾ അത് യഥാർത്ഥത്തിൽ വിമർശനമല്ല. വിമർശനം എന്ന് പറയുന്നത് നിങ്ങൾ അതിന്റെ കുറവുകൾ എടുത്തു കാണിച്ചുകൊണ്ട് നിങ്ങൾ അതിനെ എന്താണ് യുക്തിബോധത്തോടുകൂടി സഭ്യമായും മാന്യമായും നിങ്ങൾ അതിന്റെ കുറവുകൾ ചൂണ്ടിക്കാണിക്കുമ്പോഴാണ് അത് വിമർശനമാവുന്നത്. ഇത് കേൾക്കുന്ന ആളുകളുടെ മനസ്സിൽ അപമാനഭാരവും അവരുടെ മനസ്സിൽ അപകർഷ
അർഹതാബോധവും അവരുടെ മനസ്സിൽ വേദനയും ഉണ്ടാവണം എന്നുള്ള ഉദ്ദേശത്തോട് കൂടിയിട്ട് ബോധപൂർവം പരിഹസിക്കാൻ വേണ്ടി നിങ്ങൾ കാര്യങ്ങൾ പറയുമ്പോൾ അതിനെ വിമർശനമായിട്ട് ക്വാളിഫൈ ചെയ്യാൻ സാധിക്കില്ല. ഇതേ കാര്യം തിരിച്ചു ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സൂചിക്കില്ല. നിങ്ങൾ ഈ ജനാധിപത്യ മര്യാദ, എന്താ പറയാ, വിമർശന സ്വാതന്ത്ര്യം, ആവിഷ്കാര സ്വാതന്ത്ര്യം എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. നിങ്ങൾ ചെയ്യുന്ന മട്ടിൽ നിങ്ങളുടെ പ്രധാനപ്പെട്ട ആശയങ്ങളെയോ നിങ്ങളുടെ പ്രധാനപ്പെട്ട ആളുകളെയോ നിങ്ങളുടെ പ്രധാനപ്പെട്ട നേതാക്കന്മാരെയോ തിരിച്ച് ഈ മട്ടിൽ വ്യക്തിപരമായിട്ടൊക്കെ ആക്ഷേപിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ആ സമയത്ത് വല്ലാതെ ഫാസിസത്തിനെ പറ്റിയിട്ടും അത് മതവിശ്വാസികളുടെ അസഹിഷ്ണുതയെ പറ്റിയിട്ടും ഒക്കെ പറയുന്നത് നിങ്ങളാണ്. എന്നാൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് മറ്റുള്ളവരെ വിമർശിക്കുമ്പോൾ സുജന മര്യാദ പോലും പാലിക്കേണ്ട ബാധ്യത നിങ്ങൾക്കുണ്ടെന്ന് കരുതുന്നില്ല. അപ്പൊ എനിക്ക് വലിയ വിമർശനമുണ്ട് ഇസ്ലാമിനെ സംബന്ധിച്ചും ക്രിസ്ത്യാനിറ്റിനെ സംബന്ധിച്ചും എന്ന് കരുതിയിട്ട് ആ വിമർശനം ഉന്നയിക്കുന്ന ഭാഷയ്ക്കൊരു ഒരു പ്രാധാന്യമുണ്ട്. ഞാനത് മോശമായിട്ടുള്ള ഭാഷയിൽ പ്രവാചകരെ സംബന്ധിച്ചോ അല്ലെങ്കിൽ അവരുടെ ഗ്രന്ഥത്തെ സംബന്ധിച്ചോ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരുപാട് ആളുകളുടെ വൈകാരികത വ്രണപ്പെടാൻ സാധ്യതയുണ്ട്. ആ വൈകാരികത ഒരു പക്ഷെ വലിയ കലാപത്തിലേക്കോ സംഘർഷത്തിലേക്കോ പോകാൻ സാധ്യതയുണ്ട്. ഞാൻ യുക്തിവാദിയാണ്, എനിക്ക് വിശ്വാസമൊന്നും ഇല്ലാന്ന് പറയുമ്പോൾ അതോടുകൂടി ഈ ഉത്തരവാദിത്തം മുഴുവൻ എങ്ങനെ ഇല്ലേണ്ടിയാവുന്നു? വിശ്വാസിക്കുള്ള ഒരു സംഘർഷം ഇല്ലാണ്ട് കൊണ്ട് നടക്കാനുള്ള സൗഹാർദ്ദം നിലനിർത്താനുള്ള ഉത്തരവാദിത്തം പോലും അവിശ്വാസിയാണെന്നതുകൊണ്ട് എനിക്കില്ല എന്ന് ഇവർ കരുതുമ്പോ സമൂഹത്തില് ഒരു സമാധാനാന്തരീക്ഷം നിലനിർത്താൻ, എല്ലാവരെയും പരസ്പരം ബഹുമാനിക്കാൻ, ആളുകൾക്കിടയിൽ സ്നേഹവും സഹവർത്തിത്വവും ഒക്കെ നിലനിർത്താനുള്ള യാതൊരു ഉത്തരവാദിത്വം ഞങ്ങൾക്കില്ല. ഞങ്ങളുടെ പരിപാടി എന്ന് പറയുന്നത് ആൾക്കാരെ മനഃപൂർവ്വം പ്രവോക്ക് ചെയ്യുക, അവരെ പരമാവധി പ്രകോപിപ്പിച്ച് അവരുടെ കുരു പൊട്ടിച്ച് അവരെ കൊണ്ട് അധിക്ഷേപങ്ങൾ നടത്തിക്കുക, എന്നിട്ട് ആ അധിക്ഷേപങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവരെ കൂടുതൽ വിമർശിക്കുക എന്ന് പറയുന്നത് വളരെ ഹീനമായിട്ടുള്ള വിമർശന രീതിയാണ്. അതുകൊണ്ടാണ് ഇവർ വിമർശിക്കപ്പെടുന്നത്. അല്ലാണ്ട് ഭഗവത്ഗീതയെ നിങ്ങൾ വിമർശിച്ചോളൂ, ഭഗവത്ഗീതയിലെ ആശയങ്ങളെ മുൻനിർത്തിക്കൊണ്ട് വിമർശിക്കൂ. ഭഗവത്ഗീതയിൽ പറയുന്ന സാഖ്യം, അല്ലെങ്കിൽ ഭഗവത്ഗീതയിൽ പറയുന്ന വൈശേഷികം, അല്ലെങ്കിൽ ഭഗവത്ഗീതയിൽ പറയുന്ന വേദാന്തം, ഭഗവത്ഗീതയിൽ പറയുന്ന ദർശനം, ഇതൊന്നും ശരിയല്ല എന്ന് പറയൂ. അതല്ലെങ്കിൽ ഭഗവത്ഗീതയുടെ ഫിലോസഫി എന്ന് പറയുന്നത് മനുഷ്യരാശിക്ക് എതിരാണെന്ന് പറയൂ. പക്ഷെ ഇത്തരം കാമ്പില്ലാത്ത വിമർശനങ്ങൾ, ഇപ്പൊ പ്രധാനമായിട്ടും ഉന്നയിച്ച വിമർശനം എന്താണ്? ഭഗവത്ഗീത യുദ്ധത്തിന് പ്രേരിപ്പിക്കുന്നതാണെന്നാണ്. രാജാവ് ഞാൻ യുദ്ധം ചെയ്യില്ലെന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ രാജ്യം ഉണ്ടാവില്ല. ഈ അഹിംസാവാദം അല്ലെങ്കിൽ എന്താണ് ഈ നോൺ വയലൻസ് പറയാം ആർക്ക്? മറ്റു പ്രധാനപ്പെട്ട ഉത്തരവാദിത്തങ്ങളൊന്നും ഇല്ലാണ്ട് അവനവന്റെ കാര്യം നോക്കി ജീവിക്കുന്ന ആൾക്കാർക്കാവാം. ഒരു സമൂഹത്തിന്റെ, ഒരു സമാജത്തിന്റെ മുഴുവൻ രക്ഷയുടെ ഉത്തരവാദിത്തമുള്ള രാജാവ് ഞാൻ അഹിംസാവാദിയാണെന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ എന്താണ് രാജ്യത്തിന് സംഭവിക്കുക? പൊതുവിൽ പറയാറുണ്ട്, ഇന്ത്യക്ക്, ഭാരതത്തിന് 11ാം നൂറ്റാണ്ട് മുതൽ നേരിടേണ്ടി വന്ന വലിയ അധിനിവേശങ്ങൾക്ക്, വലിയ ആക്രമണങ്ങൾക്ക് കാരണം ഈ 5ാം നൂറ്റാണ്ടിനും 9ാം നൂറ്റാണ്ടിനും ഇടയിൽ ഉണ്ടായിട്ടുള്ള ഈ ബുദ്ധ ജൈന ദർശനങ്ങളുടെ വലിയ ശക്തിയാണെന്ന്. കാരണം ബുദ്ധ ദർശനത്തിനും ജൈന ദർശനത്തിനും നോൺ വയലന്റ് ഫിലോസഫികൾക്ക് വലിയ സ്വാധീനം വന്നപ്പോ എന്ത് സംഭവിച്ചു? ഈ രാജ്യം അക്ഷരാർത്ഥത്തിൽ നിരായുധീകരിക്കപ്പെട്ടു. രാജാക്കന്മാര് സൈന്യങ്ങൾ ഉപേക്ഷിച്ചു. അശോകൻ ബുദ്ധധർമ്മം സ്വീകരിച്ചതിന് ശേഷം സൈന്യത്തെ പിരിച്ചുവിടുന്നു. അതേപോലെ തന്നെ ഈ ക്ഷത്രിയ ധർമ്മം എന്ന് പറയുന്ന സംഗതി ഇല്ലാണ്ടായി, ഡിഫൻസ് എന്ന് പറയുന്ന സംഭവം ഇല്ലാണ്ടായി. ഒരു രാജ്യം ഞങ്ങൾക്ക് സൈന്യം വേണ്ടാന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ ആ രാജ്യത്തിന്റെ അവസ്ഥ എന്താ? നാളെ നരേന്ദ്രമോദി തീരുമാനിക്കുകയാണ് ഞാൻ അഹിംസാവാദിയാണ്, അതുകൊണ്ട് ഇന്നോട്ട് രാജ്യം ആരോട് യുദ്ധം ചെയ്യുന്നില്ല, ഇന്ത്യൻ സൈന്യത്തെ ഞങ്ങൾ പിരിച്ചുവിടാൻ തീരുമാനിക്കുകയാണെങ്കിൽ അടുത്ത കൊല്ലം ഇന്ത്യ ഉണ്ടാവോ? പാകിസ്ഥാനും ചൈനയും ബംഗ്ലാദേശും കണ്ണി കണ്ടവര് മുഴുവൻ വന്ന് അവർക്ക് വേണ്ടത് മുഴുവൻ കയ്യേറിക്കൊണ്ട് പോകില്ലേ? അപ്പോ ഒരു രാജാവിന് ആചരിക്കാൻ കഴിയുന്ന ഒരു വ്രതമല്ല അഹിംസ. ഒരു രാജാവിന് ആചരിക്കാൻ കഴിയുന്ന ധർമ്മമല്ല നോൺ വയലൻസ്. അത് ചെയ്യണമെങ്കിൽ നിങ്ങൾ ഈ പണിയൊക്കെ വിട്ടിട്ട് വേറെ എവിടെയെങ്കിലും പോയി ഇരിക്കണം. അപ്പോ ക്ഷത്രിയന്റെ ധർമ്മം എന്താണെന്നാണ് അവിടെ പഠിപ്പിക്കുന്നത്. ക്ഷത്രിയൻ എന്താണ്? അഹിംസ ആചരിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അയാളുടെ കുലമല്ല, ആ രാഷ്ട്രം തന്നെ തകർന്നു പോകും എന്നുള്ള ദർശനമാണ്. നേരെ തിരിച്ച് അഹിംസാവാദത്തിന്റെ സാധ്യതകളെ പറ്റി മറ്റൊരു ഘട്ടത്തിലും പറയുന്നുണ്ടല്ലോ. അതുപോലെ തന്നെ ഇവർ ഉന്നയിക്കുന്ന, ഇത് പറഞ്ഞുകൊണ്ട് ഞാൻ പറയണം, അതുപോലെ തന്നെ ഇവർ ഉന്നയിക്കുന്ന രണ്ട് കാര്യങ്ങളാണ്. ഭഗവത്ഗീതയിൽ ജാതി സമ്പ്രദായങ്ങളെ അതിഭീകരമായിട്ട് പരിപോഷിപ്പിക്കുന്നു, വർണ്ണാശ്രമ വ്യവസ്ഥയെ പരിപോഷിപ്പിക്കുന്നു. പിന്നെ രണ്ടാമത്തെ കാര്യം, ഒരു സ്ഥലത്ത് അഹിംസ പറയുമ്പോൾ വേറൊരു സ്ഥലത്ത് കൃഷ്ണൻ പറയുന്നത് കേറി അടിക്കട എന്നാണ് പറയുന്നത്. അപ്പൊ ഇത് രണ്ടും തമ്മിലൊരു കോൺട്രഡിക്ഷൻ ഉണ്ടല്ലോ. ഇത് രണ്ടും ഭയങ്കര പ്രശ്നമാണ് ഈ ഗ്രന്ഥത്തിൽ എന്ന് ഇവർ പറയുന്നത്. അതിന് കൂടെ പെട്ടെന്നൊരു മറുപടി തന്നിട്ട് നമുക്ക് നിർത്താം. ഭഗവത്ഗീതയില് ഭഗവാൻ സംസാരിക്കുന്ന ഭാഗം, ഭഗവത്ഗീതയുടെ ആദ്യത്തെ 1ാം അധ്യായത്തിലെ കുറച്ച് ഭാഗങ്ങൾ, ആദ്യത്തെ ശ്ലോകം ധൃതരാഷ്ട്രരുടേതാണ്, പിന്നീട് കുറച്ച് ഭാഗം സഞ്ജയന്റേതാണ്, പിന്നീട് അർജുന വിഷാദ യോഗത്തിൽ ആദ്യ ഭാഗങ്ങളൊക്കെ അർജുനന്റേതാണ്. ഭഗവാൻ സംസാരിച്ചു തുടങ്ങുന്ന ഘട്ടം മുതൽ അവസാനം വരെ, ഈ പറയുന്ന 71ാമത്തെ ശ്ലോകം വരെ നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ അതിൽ ജാതി എന്നൊരു വാക്കേ കാണുന്നില്ല. ഭഗവത്ഗീതയിൽ എവിടെയും ജാതി എന്ന് പറഞ്ഞാൽ എന്താ? ജന്മനാൽ ഉണ്ടാവുന്നതാണ്. ജാത എന്ന് പറയുന്ന വാക്ക് ജനിക്കുക എന്നുള്ളതിൽ നിന്ന് ഉടലെടുക്കുന്നതാണ്. ബൈ ബർത്ത് ഉണ്ടാവുന്നതാണ് ജാതി. നേരെ തിരിച്ച് ഭഗവത്ഗീതയിൽ ഭഗവാൻ പറയുന്നത് ചാതുർവർണ്ണ്യം മയാ സൃഷ്ടം ഗുണകർമ്മ വിഭാഗസ്ഥ. ചാതുർവർണ്ണ്യം ഞാനാണ് സൃഷ്ടിച്ചത്. എന്തിന്റെ അടിസ്ഥാനത്തിൽ? ഗുണത്തിന്റെയും കർമ്മത്തിന്റെയും അടിസ്ഥാനത്തിൽ. ഗുണകർമ്മ വിഭാഗശ എന്നാണ് പറയുന്നത്. അതായത് ജനനത്തിന്റെ അടിസ്ഥാനത്തിലല്ല.
ക്ഷത്രിയൻ, ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ എന്നിങ്ങനെ 4 തട്ടുകൾ സമൂഹത്തിലുള്ള 4 തലങ്ങളാണ്. ഇത് ആർക്കും ജന്മം കൊണ്ട് സംഭവിക്കുന്നില്ല. ഒരാൾ ബ്രാഹ്മണനായിട്ട് ജനിക്കുകയല്ല, അല്ലെ? എന്താണ് ബ്രഹ്മത്തെ അറിയുന്നവനൊക്കെയുള്ള പലതരത്തിലുള്ള വിശദീകരണങ്ങൾ ഉണ്ടായിട്ട് ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. ബുദ്ധിയിൽ അധിഷ്ഠിതമായിട്ടാണ് ജാതി നിർണ്ണയിക്കപ്പെടുന്നതെന്നാണ് ഭഗവാൻ പറഞ്ഞിരിക്കുന്നത്. അത് പെർമനന്റ് ആയിട്ടുള്ളതും അല്ല. ഒരാൾ ബ്രാഹ്മണനാണ് എന്നതുകൊണ്ട് അയാളുടെ മകൻ ബ്രാഹ്മണനാവണമെന്നില്ല. അയാളുടെ ഗുണത്തിന്റെയും കർമ്മത്തിന്റെയും അടിസ്ഥാനത്തിലുള്ള വർണ്ണമായിരിക്കും അയാൾക്ക് കിട്ടുക. ഒരാൾ ബ്രാഹ്മണനായിരുന്നു, അതുകൊണ്ട് എല്ലാ കാലത്തും അയാൾ ബ്രാഹ്മണനാവണമെന്നില്ല. അയാൾക്ക് ആ ബ്രാഹ്മണൻ എന്ന് പറയുന്ന അവസ്ഥയിൽ നിന്ന് പതിക്കാം. ക്ഷത്രിയൻ രാജ്യത്തെയും മറ്റും ക്ഷതത്തിൽ നിന്ന് രക്ഷിക്കുന്നവരാണ് ക്ഷത്രിയൻ. ഐശ്വര്യ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ, വാണിജ്യ വ്യവസായം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ആളാണ് വൈശ്യൻ. ഈ പറയുന്ന വർണ്ണങ്ങൾക്കും വേണ്ട സേവകൾ ചെയ്യുന്ന ആളുകൾ, 4ാമത്തെ ചാതുർവർണ്ണക്കാരാണ് ഈ ശൂദ്രൻ. ഇതൊന്നും ജന്മനാൽ ഉണ്ടാവുന്നല്ല, ഓരോരുത്തരുടെയും ഗുണത്തിന്റെയും കർമ്മത്തിന്റെയും അടിസ്ഥാനത്തിൽ ഉണ്ടാവുന്നതാണ്. അല്ലാണ്ട് ശൂദ്രനായിട്ടുള്ള ഒരു വ്യക്തിക്ക് വൈശ്യനായിട്ട് ഉയരാനും ക്ഷത്രിയനായിട്ട് ബ്രാഹ്മണനായിട്ട് ഉയരാനുമുള്ള പ്രൊവിഷൻ അവിടെ ഉണ്ട്. അങ്ങനെയാണ് മഹാഭാരതം എഴുതുന്നത് മറ്റേ കൃഷ്ണദ്വൈപായന വേദവ്യാസൻ എന്ന് പറയുന്ന വ്യാസ മഹർഷിയാണ്. വ്യാസൻ എന്ന് പറയുന്ന ആള് സത്യവതി എന്ന് പറയുന്ന സ്ത്രീയുടെ മകനാണ്. ഈ സത്യവതി എന്ന് പറയുന്ന മുക്കുവരാജാവിന്റെ മകളാണ്. അപ്പോ അരയ സമുദായത്തിൽപ്പെടുന്ന ആളാണ്. ഈ പറയുന്ന ഭഗവത്ഗീത ഉപദേശിക്കുന്ന ശ്രീകൃഷ്ണൻ ഇന്നത്തെ OBC വിഭാഗമായിട്ടുള്ള യാദവ എന്ന് പറയുന്ന സമുദായത്തിന്റെ ഭാഗമാണ്. അല്ലാണ്ട് ശ്രീകൃഷ്ണൻ ബ്രാഹ്മണനോ ക്ഷത്രിയനോ ഒന്നുമല്ല, വൈശ്യനോ അല്ല. അദ്ദേഹം ഇന്നത്തെ OBC വിഭാഗത്തിൽപ്പെടുന്ന യാദവനാണ്. അതേപോലെ തന്നെ മഹാഭാരതത്തിൽ തന്നെ നിരവധിയായിട്ടുള്ള കഥാപാത്രങ്ങളെ നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഇപ്പൊ ദാസിയുടെ പുത്രനാണ് വിതുരൻ. വിതുരന് കൊട്ടാരത്തിലെ വളരെ ഉയർന്ന സ്ഥാനമുണ്ട്. അതേപോലെ തന്നെ ഇതേപോലെ നിരവധി ഘട്ടങ്ങൾ എടുത്ത് കാണിക്കാൻ സാധിക്കും. അതായത് ജന്മനാലല്ല ഈ പറയുന്ന ജാതികളോ വർണ്ണങ്ങളോ ഒന്നും നിശ്ചയിക്കപ്പെടുന്നത്. ഇതെല്ലാം ആളുകളുടെ ഗുണത്തിന്റെയും കർമ്മത്തിന്റെയും അടിസ്ഥാനത്തിലാണ്. ഒരാൾ ശൂദ്രനാണെന്നത് കൊണ്ട് അയാളുടെ മകൻ ശൂദ്രനാവണമെന്നില്ല. ഒരേ കുടുംബത്തിൽ 2 വർണ്ണങ്ങൾ പിന്തുടരുന്നതിനെ പറ്റിയിട്ട് ഉപനിഷത്തുകളിൽ ധാരാളം കഥകളുണ്ട്. ഒരു കുടുംബത്തിൽ തന്നെ അച്ഛൻ ബ്രാഹ്മണനായിട്ടും മകൻ ശൂദ്രനായിട്ടും നിൽക്കുന്നതിന്റെയും 4 സഹോദരങ്ങളിൽ ഒരാള് വൈശ്യൻ, ഒരാൾ ബ്രാഹ്മണൻ, ഒരാൾ ക്ഷത്രിയൻ, ഒരാൾ ശൂദ്രൻ. ഏറ്റവും നല്ല ഉദാഹരണമാണ് വിക്രമാദിത്യ മഹാരാജാവിന്റെ കുടുംബം. വിക്രമാദിത്യ മഹാരാജാവിന്റെ കുടുംബത്തിലെ 4 മക്കൾ 4 വർണ്ണമാണ്. വിക്രമാദിത്യൻ ക്ഷത്രിയനാണ്, സഹോദരനായിട്ടുള്ള ഭട്ടി എന്ന് പറയുന്ന ആള് ബ്രാഹ്മണനാണ്, മറ്റൊരു സഹോദരൻ വൈശ്യനാണ്, മറ്റൊരു സഹോദരൻ ശൂദ്രനാണ്. ഒരേ കുടുംബത്തിലാണ് ഈ 4 പേര് ജീവിക്കുന്നത്. അപ്പോഴും ഒരു 4 വർണ്ണങ്ങളിലാണ് ഇരിക്കുന്നത്. അപ്പൊ ഗുണകർമ്മങ്ങളുടെ അടിസ്ഥാനത്തിലാണ്, ജന്മത്തിന്റെ അടിസ്ഥാനത്തിലെല്ലാം ഈ വർണ്ണങ്ങൾ നിശ്ചയിക്കപ്പെടുന്നത്. അപ്പൊ ഓക്കെ ശങ്കു ചേട്ടാ, എന്തായിരുന്നാലും സന്തോഷം. നല്ലൊരു ടോക്കായിരുന്നു. ഭഗവത്ഗീതയെ കുറിച്ച് ഒരുപാട് അപഖ്യാതികൾ ഇപ്പോഴും നമ്മുടെ സമൂഹ മാധ്യമങ്ങളിലടക്കം പടച്ചുവിടുന്നുണ്ട്. എസൻസ് ഗ്ലോബൽ പോലെയുള്ള അവർ യുക്തിവാദികളാണെങ്കിലും അവർക്ക് അവരുടേതായിട്ടുള്ള റൈറ്റ്സ് ഉണ്ട്. നമുക്കറിയാലോ, നമ്മുടെ ഇടയിൽ തന്നെ എല്ലാ സംസ്കാരങ്ങളെയും ഉൾക്കൊള്ളുന്ന ഒരു സമ്പ്രദായമാണ് നമ്മുടെ ഹൈന്ദവ സംസ്കാരം. ഇതിനകത്ത് യുക്തിവാദികൾക്കും നിരീക്ഷവാദികൾക്കും എല്ലാവർക്കും സ്പേസ് ഉണ്ട് എന്നുള്ളത് വേറൊരു കാര്യം. പക്ഷെ ആ പേര് പറഞ്ഞുകൊണ്ട് അപമാനിക്കലാണ് ഉദ്ദേശമെങ്കിൽ ക്രിയാത്മകമായിട്ടുള്ള വിമർശനമല്ല. അതായത് ഡിസ്ട്രക്റ്റീവ് ആയിട്ടുള്ള വിമർശനമാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്, അല്ലാതെ കൺസ്ട്രക്റ്റീവ് ആയിട്ടുള്ള വിമർശനമല്ല അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. വരുന്ന ദിവസങ്ങൾ രാമായണത്തില് ഈ വനവാസ കാലഘട്ടത്തിൽ രാമനെ കാണാൻ വേണ്ടി ഭരതൻ വരുന്ന സന്ദർഭത്തിൽ രാമൻ ഭരതനോട് ആദ്യം ചോദിക്കുന്ന ചോദ്യം, നമ്മുടെ രാജ്യത്തെ ചാർവാകന്മാർക്കും നാസ്തികന്മാർക്കും ഒക്കെ സൗഖ്യം തന്നെയല്ലേന്നാ. സ്ഥിരമായിട്ട് രാജ്യത്തെയും രാജാവിനെയും വിമർശിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് ചാർവാകന്മാരും നാസ്തികന്മാരും. നാസ്തികോ വേദനിന്ദകാണ്, വേദത്തെ നിന്ദിക്കുന്നവരാണ് നാസ്തികന്മാര്. അവരുടെ പോലും സൗഖ്യം ഉറപ്പുവരുത്തൽ രാജാവിന്റെ ബാധ്യതയാണ്. കാരണം അവരൊന്നും പുറത്തുള്ളവരായിട്ടല്ല, അവരെല്ലാം അകത്തുള്ളവരായിട്ട് വിമർശനത്തെ എല്ലാ കാലവും നമ്മളെ കൂടുതൽ ശക്തരാക്കാനും മെച്ചപ്പെടുത്താനും പറ്റുന്ന ഒരു ഉപാധിയായിട്ട് കണക്കാക്കിയവരാണ്. ഏതെങ്കിലും ഒന്ന് മാത്രം ശരി മറ്റേത് തെറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള സംസ്കാരം നമുക്കില്ല. ഹിന്ദുധർമ്മത്തിന്റെ സംസ്കാരം സ്വീകരണത്തിന്റെ സംസ്കാരമാണ്. പക്ഷെ വിമർശനം എന്ന് പറയുമ്പോൾ അതിന്റെ ഭാഷ, അതിൽ ഉപയോഗിക്കുന്ന പ്രയോഗങ്ങളുടെ മാന്യത, അത് ഉന്നയിക്കപ്പെടുന്ന സദസ്സിന് മുന്നിൽ വേണ്ട ഒരു സഭ്യത തുടങ്ങിയിട്ടുള്ള പല കാര്യങ്ങളും ഈ ആധുനിക യുക്തിവാദികൾ പലപ്പോഴും പുലർത്താറില്ല. ഇവർ ഈ വിമർശന സ്വാതന്ത്ര്യത്തെ വല്ലാതെ ദുരുപയോഗം ചെയ്യുകയും, വിമർശിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തെറി പറയാനും അധിക്ഷേപങ്ങൾ നടത്താനും ആളുകളെ എങ്ങനെയും അപമാനിക്കാനുമുള്ള ഒരു ഉപാധിയാക്കി എടുക്കുന്നത് ഒരു ശുഭകരമായിട്ടുള്ള പ്രവണതയല്ല. അത് അവര് ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. എന്തായിരുന്നാലും വരുന്ന ദിവസങ്ങളിൽ എങ്ങനെയാണ് ഇതിന്റെ അലയൊലികൾ ഉണ്ടാകുന്നത് എന്ന് നമുക്ക് കണ്ടു തന്നെ അറിയേണ്ട ഒരു കാര്യമാണ്. ഇപ്പൊ തന്നെ ഭഗവത്ഗീതയെ വിമർശിച്ചു എന്ന് പറഞ്ഞ് വലിയ രീതിയിൽ ഹൈന്ദവ സമൂഹം ഇതിനെതിരെ പ്രതികരിക്കുന്നു. ഒരു സഹിഷ്ണുതയില്ലാത്ത സമൂഹമാണ് എന്ന് പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ ട്രോളുകൾ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെയൊന്നും അല്ല. ഭഗവത്ഗീതയും ഹിന്ദുവിന്റെ എല്ലാ ആചാരങ്ങളെയും എല്ലാവർക്കും വിമർശിക്കാം. പക്ഷെ
ശങ്കുചേട്ടൻ പറഞ്ഞ പോലെ മാന്യമായ ഭാഷയിൽ ഡിസ്ട്രക്റ്റീവ് ക്രിറ്റിസിസം അല്ല, മറിച്ച് കൺസ്ട്രക്റ്റീവ് ആയിട്ടുള്ള ക്രിറ്റിസിസം ആണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. ഒരു സമൂഹത്തിന്റെ നന്മയ്ക്കും അതാണ് നല്ലത് എന്ന് പറഞ്ഞുകൊണ്ട് നിർത്താം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.